എല്ലാവർക്കും സാറാസ് ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പ്ലാന്റ്സിനെ ഇഷ്ടപ്പെടുന്നവർക്ക് പുതിയ കുറച്ച് പ്ലാന്റ്സുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. പ്ലാന്റ് ആവശ്യമുള്ളവർ വാട്സപ്പ് വഴി ഓർഡർ ചെയ്യുക. നമ്മൾ DTDC വഴിയാണ് പ്ലാന്റ്സ് അയക്കുക. പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേ ആണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് വയലറ്റ് എക്സോറയാണ്. നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റാണ്. ഈ ഒരു ലാവൻഡർ കളറിൽ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റാണിത്. അപ്പോൾ ഇതായിരിക്കും പ്ലാന്റ് സൈസ്, നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരിക. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 40 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് ഫയർ ക്രാക്കറിൻ്റെ പ്ലാന്റ്സ് ആണ്. ഇതാണ് ഫയർ ക്രാക്കറിൻ്റെ പൂക്കൾ. നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട്. അതുപോലെ തന്നെ പ്ലാന്റ് കാണാനും ഒരു പ്രത്യേക ഭംഗിയാണ്. ഇതുപോലെ താഴേക്ക് നിറയെ പൂക്കളുമായിട്ട് തൂങ്ങി നിൽക്കും. ഒരു ഓൾ സീസൺ പ്ലാന്റ് ആണിത്. എല്ലാ സമയത്തും നമുക്ക് പൂക്കൾ തരും. ഇതായിരിക്കും പ്ലാന്റിൻ്റെ സൈസ് വരിക. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 50 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് വരുന്നത് ഫയർ ക്രാക്കറിൻ്റെ തന്നെ വൈറ്റ് കളർ ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ്. ഈ ഒരു പ്ലാന്റ് എല്ലാ സമയത്തും നമ്മളോട് കൂടുതൽ പേര് ചോദിക്കുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ 2 കളേഴ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 60 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് വരുന്നത് വള്ളിപ്പിച്ചിയാണ്. നല്ല സ്മെല്ലുള്ള പൂക്കളാണ് വള്ളിപ്പിച്ചിയുടേത്. ഒരു നാടൻ ചെടിയാണിത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് 70 രൂപയാണ് റേറ്റ് വരിക. അടുത്തതായിട്ട് സെയിലിനുള്ളത് ഈ ഒരു കേളി ടൈപ്പ് അരേലിയ പ്ലാന്റ് ആണ്. നല്ലൊരു ഡാർക്ക് ഗ്രീൻ കളറിലാണ് ഇതിൻ്റെ ലീഫ് മെച്ചോർഡായി കഴിയുമ്പോൾ വരിക. ഇതിന് 40 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് വരുന്നത് വേരിഗേറ്റഡ് നന്ദ്യാർ വട്ടത്തിൻ്റെ മിനിയേച്ചർ വെറൈറ്റിയാണ്. അപ്പോൾ ഇതിനും 40 രൂപയാണ് റേറ്റ്. അടുത്ത പ്ലാന്റ് നിക്കോഡിയ പ്ലാന്റ് ആണ്. എല്ലാവർക്കും അറിയാവുന്ന നല്ല ഭംഗിയുള്ള പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് നിക്കോഡിയ. ഒരുപാട് വെള്ളമൊന്നും വേണ്ടാത്ത ഒരു പ്ലാന്റ് ആണിത്. ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ പ്ലാന്റ് നശിച്ചു പോകും. അപ്പോൾ ഇതിൻ്റെ ഇത്രയും സൈസിലുള്ള പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഇതിന് 90 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തതായിട്ട് ലണ്ടാന പ്ലാന്റ്സ് ആണ്. ലണ്ടാനയുടെ റെഡും യെല്ലോയും നമുക്കിപ്പോൾ സ്റ്റോക്കുണ്ട്. ഇതാണ് റെഡിൻ്റെ പ്ലാന്റ് വരിക. 40 രൂപ വീതമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് വരുന്നത് മുരായ മിനിയേച്ചർ ആണ്. ഇതാണ് പൂക്കൾ വരിക. നല്ല ഭംഗിയാണ് ഈ ഒരു പ്ലാന്റ് കാണാൻ. ലീഫൊക്കെ ഒരു പ്രത്യേക ഷേപ്പിൽ നമുക്ക് ഇൻഡോറായിട്ടും ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് മുരായ പ്ലാന്റ്. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരിക. ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് 100 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് വരുന്നത് റെയിൻ ലില്ലി പ്ലാന്റ്സ് ആണ്. റെയിൻ ലില്ലിയുടെ 2 കളർ നമുക്കിപ്പോൾ സ്റ്റോക്കുണ്ട്. ആദ്യത്തേത് ഈ ഒരു വൈറ്റ് കളർ ബൾബോട് കൂടിയ ഒരു പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയക്കുക. പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് റെയിൻ ലില്ലി. ഇതാണ് പിങ്കിൻ്റെ പ്ലാന്റ് സൈസ് വരിക. അപ്പോൾ ഇതിന് 2നും 15 രൂപ വീതമാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് വരുന്നത് സ്റ്റോക്സ് ആണ്. സ്റ്റോക്സിൻ്റെ പ്ലാന്റ്സ് നമ്മൾ ഒരുപാട് പേർക്ക് കഴിഞ്ഞ തവണ വീഡിയോയിൽ ഉൾപ്പെടുത്തിയപ്പോൾ അയച്ചു കൊടുത്തിരുന്നു. അപ്പോൾ ഈ ഒരു സൈസ് തന്നെയായിരിക്കും പ്ലാന്റ് വരിക. നിലവിൽ പ്ലാന്റ്സിൽ പൂക്കളില്ലാത്ത പ്ലാന്റ്സ് ആണ് നമുക്കിപ്പോൾ ഇരിക്കുന്നത്. മഴയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ പൂക്കളെല്ലാം കൊഴിഞ്ഞു. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. അപ്പോൾ ഇതിന് 65 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് വരുന്നത് കുറ്റിപ്പിച്ചിയാണ്. കുറ്റിപ്പിച്ചിയുടെ ഇത്രയും ഹെൽത്തിയായ നല്ല വലുപ്പമുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ ഇത്തവണ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ പൂക്കൾ. നിറയെ പൂക്കളുണ്ടായിരുന്നു. ഇപ്പോൾ മഴയായി കഴിഞ്ഞപ്പോൾ കുറച്ചൊക്കെ പൂക്കൾ കൊഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും നല്ല ഭംഗിയായിട്ട് എല്ലാ സമയത്തും പൂക്കൾ തരുന്ന ഒരു പ്ലാന്റാണിത്. ഇതിന് 80 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് വരുന്നത് ടേക്കോമയുടെ ഈ ഒരു റെഡ് കളർ ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ്. ഇതാണ് പൂക്കൾ വരിക. ഇതുപോലൊരു ഓറഞ്ചും റെഡും കൂടെ കലർന്ന നിറത്തിലായിരിക്കും പൂക്കൾ. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. 80 രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് വരുന്നത് ഒരു എപ്പീസിയ വെറൈറ്റിയാണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ്. ഇതുപോലെ റെഡ് കളർ ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ്. ഇതിന് 25 രൂപയാണ് റേറ്റ് വരുന്നത്.
അടുത്ത പ്ലാന്റ് വരുന്നത് മണിമുല്ലയുടെ പ്ലാന്റ്സ് ആണ്. നമുക്ക് ഒരുപാട് ഓർഡർ വരുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് മണിമുല്ല. ഈ ഒരു സമയത്ത് മണിമുല്ല നട്ട് പിടിപ്പിച്ച് കഴിഞ്ഞാൽ അടുത്ത സീസണിൽ നിറയെ ഫ്ലവറുമായിട്ട് നമുക്ക് പ്ലാന്റ് കിട്ടും. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 50 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് വരുന്നത് മാൻഡിവില്ലയാണ്. മാൻഡിവില്ലയുടെ ഈ ഒരു യെല്ലോ കളറ് പൂക്കൾ തരുന്ന പ്ലാന്റ് ആണ് നമുക്ക് സെയിലിനുള്ളത്. മാൻഡിവില്ല പ്ലാന്റ്സ് ഒരുപാട് പേർക്ക് നമ്മൾ ഇതിനോടകം അയച്ച് കൊടുത്തിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് നമ്മൾ അയക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഇതും ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ്. ഇതിന് റേറ്റ് വരുന്നത് 80 രൂപയാണ്. അടുത്ത പ്ലാന്റ് വരുന്നത് ശ്രീലങ്കൻ മുല്ലയാണ്. നല്ല ഒരു പ്ലാന്റ്, അതായത് ആർക്കും നട്ടുപിടിപ്പിക്കാവുന്ന ഒരു കെയറിൻ്റെ ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണ് ശ്രീലങ്കൻ മുല്ല. ഇതുപോലെ എല്ലാ സമയത്തും മഴയും വെയിലും ഒന്നും പ്രശ്നമല്ലാതെ എല്ലാ സമയത്തും പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണിത്. അപ്പോൾ ഇതിന് 60 രൂപയാണ് റേറ്റ് വരുന്നത്. ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ അയക്കുക. അടുത്ത പ്ലാന്റ് വരുന്നത് ഗ്ലോവൈൻ ആണ്. ഇതും ഒരു ക്രീപ്പറാണ്. എനിക്ക് തോന്നുന്നു ഈ വീഡിയോയിൽ അധികവും ഉൾപ്പെടുത്തിയിട്ടുള്ളത് ക്രീപ്പർ പ്ലാന്റ്സ് ആണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. ഈ ഒരു സൈസ് പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് വരുന്നത് ബ്ലൂ ഡേയ്സ് ആണ്. നല്ല ഒരു സ്കൈ ബ്ലൂ കളറ് പൂക്കൾ നിറയെ തരുന്ന ഒരു പ്ലാന്റ് ആണ് ബ്ലൂ ഡേയ്സ്. ഒരു കുറ്റിച്ചെടിയാണ്. നമുക്ക് ചെറിയ ചട്ടിയിലൊക്കെ ഒതുക്കി വളർത്താൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണിത്. അപ്പോൾ ഇതിൻ്റെ തൈകൾ നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട്. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 40 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് വരുന്നത് ചൈന ഡോളാണ്. നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ്. ഇന്ന് അധികവും ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ്. അതിനോടൊപ്പം ഒരു നല്ല ഇൻഡോർ പ്ലാന്റ് ആണ് ചൈന ഡോള്. ഇതിന് ഈ ഒരു സൈസ് പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് ഒരു വേരിഗേറ്റഡ് ഡ്രസീനിയ പ്ലാന്റ് ആണ്. ഒരു മിനിയേച്ചർ വെറൈറ്റി ആണെന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് വലിപ്പമൊന്നും വെക്കാത്ത ടൈപ്പ് പ്ലാന്റ് ആണ്. ഇതിന് 60 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് വരുന്നത് അക്യുമിനീസ് പ്ലാന്റ് ആണ്. അക്യുമിനീസിൻ്റെ വയലറ്റ് കളർ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ നമുക്ക് ഈ ഒരു ഡാർക്ക് മജന്ത കളറും സ്റ്റോക്ക് ആയിട്ടുണ്ട്. വയലറ്റും നമുക്ക് പ്ലാന്റ്സ് സ്റ്റോക്ക് ബാക്കിയുണ്ട്, ആവശ്യമുള്ളവർ ചോദിച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ ലിഫി റൂട്ടഡ് പ്ലാന്റ് ആണ് നമുക്ക് സെയിലിനുള്ളത്. ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് 30 രൂപയാണ് റേറ്റ് വരുന്നത്. അക്യുമിനീസിൻ്റെ വേറെയും കളേഴ്സ് നമുക്ക് സെയിലിന് വരാനുണ്ട്. ലൈറ്റ് വയലറ്റ്, വൈറ്റ്, അതുപോലെ പീച്ച് കളർ, ഇതൊക്കെ നമുക്ക് സെയിലിന് വരുന്നതാണ്. അപ്പോൾ ഇപ്പം നമുക്ക് ഈ 2 കളേഴ്സ് മാത്രമേ നമുക്ക് സ്റ്റോക്കുള്ളൂ. അപ്പോൾ ഇതിന് 30 രൂപയാണ് റേറ്റ് വരുന്നത്. ലാസ്റ്റ് പ്ലാന്റ് വരുന്നത് പൈപ്പർ ഓർണാറ്റം പ്ലാന്റ് ആണ്. നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടോ അതല്ലെങ്കിൽ നമുക്ക് ഇൻഡോറിൽ സ്റ്റിക്കൊക്കെ കൊടുത്ത് വളർത്താനോ ഒക്കെ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിന് 80 രൂപയാണ് റേറ്റ് വരുന്നത്. നമുക്ക് ഇൻഡോറിലും ഒക്കെ വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് പൈപ്പർ. ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്ലാന്റ്സ് ആവശ്യമുള്ളവർ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയയ്ക്കുക. സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ അറിയാത്തവർ പ്ലാന്റ്സിൻ്റെ പേര് അയച്ചു തന്നാലും. വീണ്ടും പറയുന്നു, DTDC വഴിയാണ് നമ്മൾ പ്ലാന്റ്സ് അയക്കുക. DTDC പല സ്ഥലത്തും ഹോം ഡെലിവറി ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളവിടെ പോയി കളക്ട് ചെയ്യേണ്ടി വരും. പ്ലാന്റ്സ് അവിടെ എത്തിയ ശേഷം പോയി കളക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് ദയവ് ചെയ്താരും പറയരുത്. അതുകൊണ്ടാണിത് മുൻകൂട്ടി പറയുക. DTDC വഴി മാത്രമേ നമ്മൾ പ്ലാന്റ്സ് അയക്കുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഒക്കെ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തുടർന്നും വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.